ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ട്രേഡിംഗ് സീക്രട്ടിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം അടുത്ത ഓരോരോ വീഡിയോയിലായിട്ട് ഓരോരോ ട്രേഡിംഗ് സീക്രട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ലൈവ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് എവിടെ നിന്ന് എവിടേക്ക് പോകാം, എവിടെ നിന്ന് എവിടം വരെ ചെല്ലാം എന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് സീക്രട്ട് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ആദ്യം അതിൻ്റെ ഒരു പ്ലെയിനായിട്ട് നമ്മൾ ഈ ഒരു ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിലോട്ട് ചാർട്ടിലോട്ട് പോകും. ഇപ്പോൾ ഈ ഒരു ലോയ്ക്ക് താഴത്ത് പുതിയൊരു ലോ വെച്ചതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ ഇത് എവിടെ നിന്ന് റിവേഴ്സലാകാം എന്നുള്ള ഒരു വ്യൂ ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എവിടെ ചെല്ലുമ്പോൾ നമുക്ക് റിവേഴ്സലാകും എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴെ നിന്നും മേളിലോട്ട് കയറുമ്പം എവിടം വരെ ചെല്ലാമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലോയ്ക്ക് താഴത്ത് പുതിയൊരു ലോ വെച്ചതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കല്, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴത്ത് പുതിയൊരു ലോ വെച്ചു. അപ്പോൾ നമ്മൾ പിന്നീട് അവിടെ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോയിൽ നിന്നും ഈ ലോയിലേക്ക് ഇങ്ങനെ ഒരു ട്രെയിൽ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് പോയിൻറ്റും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ട്രെയിൽ ലൈൻ വരയ്ക്കുക. അതിനുശേഷം മുകളിലുള്ള ആ ഒരു ഹൈയിലേക്ക് ഇതിനെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ഇത് താഴെ നിന്നും തിരിച്ച് മുകളിലോട്ട് കയറിയാൽ ഈ ഒരു ലെവലിൻ്റെ തൊട്ടടുത്ത് നിന്നോ അല്ലെങ്കിൽ ഈ ലെവലിനെ തൊട്ടിട്ടോ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ടോ ഇതെന്ത് ചെയ്യാം, പിന്നീട് ഇത് താഴത്തേക്ക് വരാം. ഓക്കെ, അതാണ് ഇവിടുത്തെ വ്യൂ. അപ്പോൾ ഇത് താഴെ നിന്നും മുകളിലോട്ട് ചെല്ലുമ്പോൾ എവിടുന്ന് റിവേഴ്സലാകാം അല്ലെങ്കിൽ എവിടം വരെ പോകാം എന്നുള്ള ഒരു സ്റ്റഡിയാണിത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ചാർട്ടിലൊന്ന് നോക്കാം, പല പല ഏരിയകളിൽ പോയിട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കൺമുമ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഹവറാണ്, ഗോൾഡിൻ്റെ ചാർട്ടാണ്. ഇത് 1 ഹവറിൽ മാത്രമല്ല, ഡെയിലിയിൽ 5 മിനിറ്റിൽ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ എന്തായിരുന്നു മാർക്കറ്റ്, ഇവിടുന്ന് ഒരു ലോ വെച്ചിട്ട് തിരിച്ച് മുകളിൽ ഒരു ഹൈ വെച്ചു, തിരിച്ച് വീണ്ടും ഈ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് ഇവിടം വരെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ട്രെയിൽ ലൈൻ എടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടൂളെന്ന് പറയുന്നത് പാരലൽ ചാനൽ പാറ്റേണിൻ്റെ ടൂളാണ്. ഈ ഒരു ലോയിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം മുകളിലുള്ള ആ മുകളിലത്തെ ഹൈയിലേക്കാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്, മുകളിലത്തെ അതിൻ്റെ ടോപ്പിലെ ഹൈ. ഓക്കെ, കൂടുതൽ ടച്ചസ് കിട്ടത്തക്ക രീതിയിൽ കണക്ട് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത്രയും ഒരു ഏരിയാസ് കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഓക്കെ, അതിനെ തൊട്ടിട്ടോ അതിൻ്റെ തൊട്ടടുത്ത് നിന്നോ റിവേഴ്സലാകാം എന്നുള്ളത്. എന്തായി, ഇത് ഇവിടെ നിന്നും എക്സാക്റ്റ് ആ ഒരു ട്രെയിൽ ലൈൻ്റെ ഏരിയയിലേക്ക് പോയി. ഓക്കെ, ഇത് തൊട്ട് മുമ്പുള്ള ഹൈയിൽ പോയില്ല. അതിന് റീസൺ ഇങ്ങനെ ഒരു പാറ്റേണിൽ പോകുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും ഇത് റിവേഴ്സലാകാം എന്നുള്ളൊരു വ്യൂ ആണ്. ഇതൊന്നുമില്ലെങ്കിൽ ഇവിടുന്ന് കയറിപ്പോയതിൻ്റെ 50% ടാർഗറ്റ് വരാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ ലോയ്ക്ക് താഴത്ത് വീണ്ടും പുതിയൊരു ലോ വെക്കാനായിട്ട് വീണ്ടും തിരിച്ചു വരാം, അല്ലെങ്കിൽ ചില സമയത്ത് ഇതൊരു ചാനൽ പാറ്റേൺ ആയിട്ട് മാറും. ഇതിന് താഴത്ത് ഇങ്ങനെ വന്നിട്ട് വീണ്ടും തിരിച്ച് അതേ ചാനൽ പാറ്റേണിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിന്നും ബ്രേക്കൗട്ട് ആകുമ്പോഴാണ് പിന്നീട് അത് ആ ഒരു ട്രെൻഡ് എങ്ങോട്ടാണോ പോകുന്നത്, മേളിലോട്ടായാലും താഴോട്ടായാലും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു തുടക്കത്തിൽ പറഞ്ഞ ഈ ഒരു 2 പോയിൻ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലോയും അതിന് താഴത്ത് ഈ ഒരു ലോയും മുകളിൽ ഒരു ഹൈയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ടൂള് നമ്മൾ എടുത്തിട്ട് ചാനൽ പാറ്റേൺ എടുത്തതിന് ശേഷം ഇങ്ങനെ വരച്ചിട്ട് മുകളിൽ പോയാൽ ഈ ഒരു ഹൈ വരെ പോകാം എന്നുള്ളൊരു വ്യൂ. ഓക്കെ, ഇനി ഇത് നമുക്ക് വേറൊരു ഏരിയയിലൊന്ന് നോക്കാം, ജസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയ നോക്കാം. ഈ ഒരു 5-ാം തീയതി മുതൽ 6-ാം തീയതി ആ ഒരു 7-ാം തീയതി ആ ഒരു ഡേറ്റിലുള്ള ആ ഒരു ഏരിയ നോക്കുക. ഇപ്പം ഇവിടെ നിന്ന് താഴെ നിന്ന് ഹയർ ലോയിൽ ഇങ്ങനെ കയറിപ്പോയ മാർക്കറ്റ് താഴെ വന്ന് ഇവിടെ ഒരു ലോ വെച്ചിട്ട് തിരിച്ച് മേപ്പോട്ട് കയറി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും
തൊട്ട് മുമ്പുള്ള ഈ ഒരു ലോ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യും. ഈ രണ്ട് പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് മേളിലൊരു ഹൈ ഇല്ലേ, ഈ ഒരു ഹൈയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാം. ഓക്കെ, താഴത്തെ ഈ ഒരു ലോയിൽ നിന്നും തൊട്ട് മുമ്പുള്ള ലോയിലേക്ക് കണക്ട് ചെയ്തിട്ട് മുകളിലുള്ള ആ ഒരു ഹൈയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് താഴെ നിന്നും മുകളിലോട്ട് പോയാൽ എവിടെ നിന്ന് റിവേഴ്സൽ ആകാം എന്നുള്ളൊരു ഐഡിയ നമുക്കിവിടെ കിട്ടും അല്ലേ. ആ ഒരു ട്രെയിൽ ലൈൻ്റെ ഏരിയയിൽ നിന്ന് ഇത് താഴത്തോട്ട് വീണ്ടും വന്നു. ഓക്കെ, ഇത് ഈ ഗോൾഡിൻ്റെ ചാർട്ടിൽ മാത്രമല്ല, ഒരുപാട് ചാർട്ടിൽ ഇതുപോലെ ഇങ്ങനെ വരും. ഇത് നമ്മൾ 5 മിനിറ്റിൽ പോയിട്ടും ഏത് ടൈം ഫ്രെയിമിൽ പോയിട്ടും ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതും ലൈവ് മാർക്കറ്റിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നല്ല നല്ല രീതിയിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഏരിയ നോക്കാം. ഓക്കെ, ഈ ഒരു 11-ാം തീയതി 12-ാം തീയതി ആ ഒരു ഏരിയ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? താഴെ നിന്ന് മാർക്കറ്റ് ഹയർ ലോയിൽ മുകളിൽ പോയി താഴെ ഇവിടെ ഒരു ലോ വെച്ചു, തിരിച്ച് ഇവിടെ ഒരു ഹൈ വെച്ചു, വീണ്ടും ഈ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് പുതിയൊരു ലോ ഇവിടെ വെച്ചു. അപ്പോൾ ഈ ഒരു പോയിൻറ്റും ഈ ഒരു താഴത്തെ ഈ ഒരു പോയിൻറ്റും തമ്മിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് മുകളിലുള്ള ആ ഒരു ഹൈയുമായിട്ടാണ് നമ്മളിനി അത് ടച്ച് ചെയ്ത് വിടാൻ പോകുന്നത്. മുകളിലുള്ള ആ ഒരു ഹൈ. ഓക്കെ, കണ്ടോ, നമ്മൾ ഈ രണ്ട് പോയിൻ്റാണ് കണക്ട് ചെയ്ത്. ഈ ഒരു ഏരിയ ആദ്യം കണക്ട് ചെയ്തു, പിന്നെ ഇതിനെ നമ്മൾ മേപ്പോട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു ഈ ഒരു ഹൈ നോക്കിയിട്ട്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് താഴെ വന്നു, തിരിച്ച് വീണ്ടും മുകളിൽ പോയി, തിരിച്ച് വീണ്ടും ഇവിടം വരെ വന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ ഇനി എവിടുന്ന് റിവേഴ്സലാകാം എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആ ഒരു ഹൈയിൽ പോയിട്ടാണ്, ആ ഒരു ട്രെയിൽ ലൈൻ്റെ ഏരിയയിൽ പോയിട്ടാണ് വീണ്ടും അത് താഴത്തേക്ക് വന്നു അല്ലേ. ഇത് നമുക്ക് ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ തൊട്ട് താഴത്തുള്ള ആ ഏരിയകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മളിപ്പോൾ ആദ്യം മാർക്ക് ചെയ്തത് ഈ ഒരു പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ലോയ്ക്ക് താഴത്ത് വീണ്ടും ഇവിടെ ഒരു ലോ വെച്ചപ്പോൾ ഈ ഒരു പോയിൻറ്റും ഈ രണ്ട് പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ട് ചെയ്ത് വിടുന്നു. അതിനുശേഷം മുകളിലത്തെ ആ ഹൈയിലേക്ക് നമ്മളിതിനെ കൊണ്ടുപോകുന്നു. ഓക്കെ, മുകളിലത്തെ ആ ഒരു ഹൈയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇത് പോയാൽ എവിടം വരെ പോകാം, എവിടെ നിന്ന് റിവേഴ്സലാകാം എന്നുള്ളൊരു ഐഡിയ നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് ഇവിടുന്ന് മേളി വരെ പോയി തിരിച്ച് വീണ്ടും ഈ ഒരു പോയിന്റിൽ വന്നു. അപ്പോൾ താഴത്തെ 2 പോയിന്റ് കിട്ടിയപ്പോൾ ഈ ഒരു ഹൈയിലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. അപ്പോൾ ഇത് താഴെ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയാൽ ഈ ഒരു ഏരിയ വരെ വരാം അതിൻ്റെ ടാർഗറ്റ്, അല്ലെങ്കിൽ അവിടെ നിന്ന് അത് റിവേഴ്സലാകാം എന്നുള്ളൊരു വ്യൂ. എക്സാക്റ്റ് താഴത്തേക്ക് വന്നില്ല. ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെ രണ്ട് വട്ടം ഇത് നമുക്ക് കാണാൻ പറ്റി. അതുപോലെ താഴെ വന്നിട്ട് എക്സാക്റ്റ് അത് എവിടെ നിന്നാണ് വീണ്ടും റിവേഴ്സലാന്ന് നോക്കി, മേളിൽ നിന്ന് വീണ്ടും ഈ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നാൽ ഈ ട്രെയിൽ ലൈൻ നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ വീണ്ടും അതേ ട്രെയിൽ ലൈൻ വരെ വന്നിട്ട് വീണ്ടും റിവേഴ്സലാകാം എന്നുള്ളൊരു വ്യൂ തന്നെയാണ് അവിടെ. ഓക്കെ, നമുക്ക് ആ ഒരു 3-ാമത്തെ പോയിൻ്റ് തന്നെ കിട്ടിയാൽ മതി. ഓക്കെ, ആ ഒരു 3-ാമത്തെ പോയിൻ്റ് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് എടുക്കാൻ പറ്റും ഈ ഒരു സ്റ്റഡിയിൽ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിയിൽ ഏതൊക്കെ ചാർട്ടിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഇത് ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടോ സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്ത് നോക്കാം. 5 മിനിറ്റിൽ നോക്കുന്നവർക്ക് 5 മിനിറ്റിൽ നോക്കാം. ഏത് ടൈം ഫ്രെയിമാണോ നമ്മൾ 5 മിനിറ്റിലും ഒരുപാട് തവണ നമുക്ക് ഇത് കണക്കുള്ള പാറ്റേൺസുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് നല്ല രീതിയിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ചാർട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. നല്ല ലൈവ് മാർക്കറ്റിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക.